നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളിതാ ഈ ചാപ്റ്റർ ആണല്ലോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നമ്പേഴ്സ് കഴിഞ്ഞു, മറ്റേ ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഓൺ ഹോൾ നമ്പേഴ്സ് കഴിഞ്ഞു. പിന്നെ ഈ ചാപ്റ്റർ ആണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മള് എന്താ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? എന്താ പഠിച്ചത്? അപ്പൊ ഞാൻ സ്ലൈഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നിങ്ങളുടെ മെസ്സേജ് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് വരുമ്പോൾ നോക്കാം. അപ്പൊ നമ്മൾ എന്താ ഫ്രാക്ഷൻസിൽ പഠിച്ചത്? ഒരു ക്വാണ്ടിറ്റി ഈക്വൽ ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നതിലാണ് നമ്മൾ അതിൽ ഒന്നോ അതിലധികമോ ഭാഗത്തിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഈ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ പ്രോപ്പർ, ഇംപ്രോപ്പർ, അതായത് സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിക്സ്ഡ് ആയിരുന്നു എല്ലാവർക്കും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നത്. മിശ്ര ഭിന്നം, പിന്നെ സമഭിന്നം, പിന്നെന്തായിരുന്നു ന്യൂമറേറ്ററും പിന്നെ റെസിപ്രോക്കൽ അല്ലെ, പരസ്പര മാറ്റി എഴുതുമ്പോൾ വരുന്ന പ്രതിഭിന്നം, അതാണ് അവസാനത്ത് വന്നത്. 5 തരം ഭിന്നങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഇതിന്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും ആണ് അല്ലെ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളിപ്പോ ഏതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? യെസ്, ഓക്കെ. ഈ അഡീഷനും സബ്സ്ട്രാക്ഷനും ആണ് കേട്ടോ നമ്മൾ ഇപ്പൊ പഠിച്ചത് അല്ലേ. ഇതല്ലേ നമ്മളിപ്പോ ലാസ്റ്റ് ആയിട്ട് പഠിച്ചത്. അഡീഷനും സബ്സ്ട്രാക്ഷനിലും ഓൾമോസ്റ്റ് എല്ലാ അഡീഷനും സബ്സ്ട്രാക്ഷനും നമ്മൾ പഠിച്ചു. അതായത് ഡിനോമിനേറ്റർ തുല്യമായിട്ട് വരുന്നത് പഠിച്ചു. പിന്നെന്താണ് പഠിച്ചത്? ലൈക്ക് ഫ്രാക്ഷൻ, അൺലൈക്ക് അല്ല നമ്മൾ പഠിച്ചത്. പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സ്ഡ് ഫ്രാക്ഷൻ, ഇക്വാലന്റ് ഫ്രാക്ഷൻ, റെസിപ്രോക്കൽ ഫ്രാക്ഷൻ. ഇത്രയും ഫ്രാക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റേഷണൽ നമ്പേഴ്സ്, അതിനെ തന്നെയാണ് ഈ ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്പേഴ്സ് പഠിച്ചു തുടങ്ങിയപ്പോഴേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് റാഷണൽ നമ്പേഴ്സ്, അതായത് ഡിവിഷൻ ആയിട്ട് എഴുതുന്ന നമ്പറുകളുടെ പ്രോപ്പർട്ടീസും പ്രത്യേകതകളൊക്കെ. കഴിഞ്ഞ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസിന്റെ പാഠത്തിൽ നമ്മൾ കുറെ ലോകളും പഠിച്ചു അല്ലെ. ക്ലോഷർ, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, നമ്മൾ അവിടെ ഹോൾ നമ്പേഴ്സിന്റെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ലോകളും ഇവിടെയും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അത് നമുക്ക് ഇനി വീണ്ടും ലോകൾ പറഞ്ഞ് സമയം കളയേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ അവിടെ പഠിച്ച എല്ലാ ലോകളും നമുക്ക് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. മറ്റേ റേഷണൽ നമ്പേഴ്സിനാണെങ്കിൽ പോലും ക്ലോഷർ ലോ ഉണ്ട്, അസോസിയേറ്റീവും പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവും എല്ലാ ലോയും ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. പിന്നെ നമ്മൾ ഇതാ ഈ അഡീഷണൽ സബ്സ്ട്രാക്ഷനും ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം നിങ്ങൾക്ക് റാഷണൽ നമ്പേഴ്സിൽ നിന്ന് ചോദ്യം വരിക, 2 റേഷണൽ നമ്പേഴ്സ് തന്നിട്ട് ഇതിന്റെ സമ്മ് അല്ലെങ്കിൽ രണ്ട് റേഷണൽ നമ്പേഴ്സിന്റെ സബ്സ്ട്രാക്ഷൻ ഡിഫറൻസ് എന്താണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, നമുക്കപ്പോ എത്ര തരത്തിലുള്ളത് പഠിച്ചേ? നമ്മള് ഡിനോമിനേറ്റർ, അതായത് ഛേദം ഈക്വൽ ആയി വരുന്നത് പഠിച്ചു, ഛേദം തുല്യമല്ലാത്ത വരുന്നത് പഠിച്ചു. ഇത്രയും കാര്യങ്ങള്. തുല്യമല്ലാതെ വരുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നോ? LCM എടുക്കല്, ലഘുത്തമ സാധാരണ ഗുണിതം, അത് നമ്മൾ പഠിച്ചോ? ഒന്ന് വേഗം പറഞ്ഞ എല്ലാവരും. LCM എടുക്കുന്നത് പഠിച്ചോ? എന്റെ ഓർമ്മയില് ഡിനോമിനേറ്റർ തുല്യമായി വരുന്നതും പിന്നെ മിശ്രഭിന്നത്തിൽ ഡിനോമിനേറ്റർ തുല്യമായി വരുന്നതുമാണ് പഠിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ ഈ ഛേദം വ്യത്യസ്തമായി വരുമ്പോ ഉള്ളത് പഠിച്ചിരുന്നു അല്ലേ. ഞാൻ 1-2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തന്ന് നമ്മൾ പഠിച്ചിരുന്നു. പഠിച്ചിരുന്നു തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ വരുന്നത്. അതെ, പഠിച്ചിരുന്നു ഇല്ലേ? പഠിച്ചിരുന്നു. LCM എടുക്കുന്നത് പഠിച്ചിരുന്നു. ലഘുത്തമ സാധാരണ ഗുണിതം പഠിച്ചിരുന്നു. ഒന്ന് നോക്കി ഒന്ന് ഓർത്ത് എല്ലാവരും വേഗം. വീഡിയോ കണ്ടിട്ടാണോ വന്നേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും വീഡിയോ കാണണം. അപ്പൊ ഇതുവരെയുള്ള എല്ലാ നോട്ട്സും വീഡിയോയും ഒക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതൊക്കെ നോക്കിയിരുന്നോ? നമ്മുടെ ഇപ്പൊ 3ാമത്തെ ചാപ്റ്റർ ആണ്. അത് ഇന്നത്തോടുകൂടി എനിക്ക് തീർക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോ അത് ഇന്നത്തോടൊക്കെ കഴിഞ്ഞാൽ ഈ ചാപ്റ്ററും കൂടി ഞാൻ ഗ്രൂപ്പിലിടും. അപ്പൊ ഇത് പഠിച്ചിരുന്നോ എല്ലാവരും? പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇനി സമയം കളയാനില്ല. നിങ്ങൾ എല്ലാ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞിട്ട് പഠിക്കാൻ വെച്ചിരുന്നു കഴിഞ്ഞാൽ പരീക്ഷയുടെ തലേദിവസമാവും ചിലപ്പോ. അപ്പൊ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട്
എല്ലാവരും ഇപ്പോഴേ പഠിച്ച് പോണം കേട്ടോ. ആ അപ്പൊ ഡിനോമിനേറ്റർ തുല്യമായിട്ട് വരുന്ന ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. എന്താ ചെയ്യേണ്ടത്? അംശം തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്. ഛേദം തുല്യമാണെങ്കിൽ അംശങ്ങൾ തമ്മിൽ ആഡ് ചെയ്യണം. ഛേദം തുല്യമല്ലെങ്കിൽ ഛേദത്തിന് തുല്യമാക്കിയതിന് ശേഷമാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ഛേദം തുല്യമല്ലാത്ത രണ്ട് സംഖ്യകൾ, രണ്ട് റാഷണൽ നമ്പേഴ്സ്, ഭിന്നങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ സാധിക്കില്ല. അതായത് നിങ്ങൾക്ക് 2/4 പ്ലസ് 5/2 എന്ന് പറയുന്ന ഈ രണ്ട് ഭിന്നകങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന്റെ ഛേദം തുല്യമല്ല. ഒരെണ്ണത്തിന്റെ 4ഉം ഒരെണ്ണത്തിന്റെ 2ഉമാണ് ഛേദം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ, ഛേദം തുല്യമല്ലാത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ LCM എന്ന് പറയുന്ന സാധനം എടുക്കുന്നത്. ലസാഗു എന്ന് മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവും. ഇത് പഠിച്ചിട്ടുണ്ടോ എല്ലാവരും? LCM, ലസാഗു. LCM പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ 6ാം ക്ലാസ്സിൽ 5ലും ഒക്കെ ആയ ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. LCM എന്ന് പറയുന്ന ഈ സംഭവത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ഇപ്പൊ കേട്ടോളോ. കാരണം നിങ്ങൾക്ക് റാഷണൽ നമ്പേഴ്സ് ചെയ്യണമെങ്കിൽ LCM എന്തായാലും വേണം. അതുകൊണ്ട് ഇപ്പൊ എന്തായാലും അതിനെപ്പറ്റി കേട്ടോളൂ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാനൊന്ന് വേഗം പറയാം. എന്നാലും നോക്കിക്കോളൂ. ലസാഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഘുത്തമ സാധാരണ ഗുണിതം. LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ഡിനോമിനേറ്റർ വ്യത്യസ്തമായി വന്നാൽ അതിനെ തുല്യമാക്കണം. ആ തുല്യമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിനോമിനേറ്ററുകളുടെ ലസാഗു കണ്ടുപിടിക്കണം. ഛേദത്തിന്റെ LCM കണ്ടുപിടിക്കണം. ഛേദമായിട്ട് വരുന്ന സംഖ്യ ഇവിടെ 4ഉം 2ഉം ആണ്. LCM ഓഫ് ഈ 4ഉം 2ഉം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 4ന്റെയും 2ന്റെയും കോമൺ ആയിട്ട് വരുന്ന പറഞ്ഞാൽ 2നും ഒരുപോലെ വരുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഗുണിതം. ഇതാണ് ഏറ്റവും ചെറിയ ഗുണിതം. 4നും 2നും ഒരുപോലെ തുല്യമായിട്ട് വരുന്ന ഏറ്റവും ചെറിയ ഗുണിതം ഏതാണ്? നിങ്ങൾ എന്താ ആലോചിക്കേണ്ടേ? 2ന്റെയും 4ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ തുല്യമായി വരുന്ന ഒരു സംഖ്യ ഏതാണ്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോ 4, 2, 8 ഉണ്ട്. 2 × 4 8 ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക 8 ആണ് 2ന്റെയും ടേബിളിൽ വരുന്ന സംഖ്യ. 8 വരുന്നുണ്ട്, ശരിയാണ്. പക്ഷെ 8 ഏറ്റവും ചെറുതാണോ? നമുക്ക് എല്ലാതും വേണം. കോമൺ മൾട്ടിപ്പിൾ ആയാൽ പോരാ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആകണം. മനസ്സിലായോ? അപ്പോ ഏറ്റവും ചെറുത് ഏതാണ്? 4ന്റെയും 2ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന ഏറ്റവും ചെറിയ കോമൺ സംഖ്യ ഏതാണ്? അത് 4 ആണ് അല്ലേ? 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എങ്ങനെ വരണേ? 4 × 1 4. 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലോ 2 × 2 4. അപ്പൊ ഈ 4 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന ഗുണിതം അല്ലേ? മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ നമ്മുടെ എയിം എന്താ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഛേദങ്ങളെ 4 ആക്കി മാറ്റുക. അപ്പൊ ഫസ്റ്റ് അത് നോക്കിയേ. ഇവിടെ ഓൾറെഡി 4 ആണ്. നമുക്കൊന്നും ചെയ്യാനില്ല അല്ലെ? ഓൾറെഡി അത് 4 ആയിട്ട് തന്നെ കിടക്കണേ. അപ്പൊ ഒന്നും ചെയ്യണ്ട, അതിനവിടെ കിടന്നോട്ടെ. ഇതിനെ 4 ആക്കണം. ഈ 2 എന്നുള്ളതിനെ 4 ആക്കി മാറ്റണം. 2നെ 4 ആക്കാൻ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിച്ചാ മതി. അപ്പൊ 2 കൊണ്ട് താഴെ ഛേദത്തിനെ മാത്രം ഗുണിക്കാൻ പറ്റുമോ? ഇല്ല. ഛേദത്തിനെ ഗുണിക്കുമ്പോ എന്ത് ചെയ്യണം? അംശത്തിനെയും ഗുണിക്കണം. ഡിനോമിനേറ്ററിനെ മാത്രം ഗുണിക്കാൻ പറ്റില്ല. ഡിനോമിനേറ്ററിനെ ഗുണിക്കുമ്പോൾ ന്യൂമറേറ്ററെയും സെയിം നമ്പർ കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്തായി മാറിയത്? 10/4 എന്നായി. അപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ. ഇപ്പൊ കിട്ടിയേക്കണ നമ്പറുകൾ എന്ന് പറയുന്നത് 2/4 പ്ലസ് 10/4 ആണ്. അപ്പൊ ദേ 4 ശരിയായില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 4ന് താഴെ അവിടെ എഴുതി മുകളിലുള്ള ആൾക്കാരെ തമ്മിൽ ആഡ് ചെയ്യുക. 2 + 10. അപ്പൊ എന്തായി? 12/4. 3 ഉത്തരം കിട്ടി. ഇതാണ് ലസാഗു അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ കുറെ പേരൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ചെറുതായിട്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുക. ഇനി രണ്ട് നമ്പറും ഡിഫറെന്റ് ആണെങ്കിലത്തെ കേസും ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. രണ്ട് നമ്പറും ഡിഫറെന്റ് ആണോ എന്ന് പറഞ്ഞാൽ എന്താണ്? 2/3 പ്ലസ് 3/2. അങ്ങനെയാണെങ്കിലോ നോക്കിയേ, രണ്ട് നമ്പറും താഴെ കിടക്കുന്ന ആൾക്കാർ 3ഉം 2ഉമാണ്. 3ന്റെയും 2ന്റെയും LCM എടുക്കണം. 3ന്റെയും 2ന്റെയും LCM എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 3ന്റെ ടേബിളിലും 2ന്റെ ടേബിളിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യ 6 അല്ലേ. അപ്പൊ 3ന്റെയും 2ന്റെയും LCM എന്ന് പറയുന്നത് 6 ആണ്. 3 ഗുണം 2 6, 2 ഗുണം 3 6. 3നെ 6 ആക്കണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ അംശത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2നെ 6 ആക്കണമെങ്കിൽ 3 കൊണ്ട്, അപ്പം മുകളിലും 3 കൊണ്ട്. അപ്പൊ ഈ സംഖ്യ എന്തായി മാറി? 4/6 പ്ലസ് 9/6 എന്നായി മാറി. 9 പ്ലസ് 4 എത്രയാ? 13/6. അപ്പൊ ഈ കണക്ക് നമ്മൾ ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോവാം. അപ്പൊ ഇതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇനി നമ്മൾ പറഞ്ഞത് ഫ്രാക്ഷൻസ് ആർ മിക്സ്ഡ് വിത്ത് അൺഈക്വൽ ഡിനോമിനേറ്റർ. അപ്പൊ നമ്മൾ ഒരേപോലെയുള്ള ഡിനോമിനേറ്റർ വരുമ്പോഴുള്ള മിക്സ്ഡ് ഫ്രാക്ഷൻ പഠിച്ചു. ഇനി വ്യത്യസ്തമായ ഡിനോമിനേറ്റർ വരുമ്പോഴുള്ള മിക്സ്ഡ് ഫ്രാക്ഷൻ, അതും ഇതുപോലെ തന്നെയാണ് അല്ലെ, സാഗ് കൊടുക്കണമെന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ 2 3/4 പ്ലസ് 3 5/6. നോക്കിയേ, ഇതാണ് നമ്മുടെ രണ്ട് സംഖ്യകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. നേരത്തെ നമ്മൾ ആഡ് ചെയ്തത് എങ്ങനെയായിരുന്നു? നോക്കിയേ, 7 1/8 പ്ലസ് 2 3/8 എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ നമ്മൾ ആഡ് ചെയ്തേ? ആ ഹോൾ നമ്പറിന്റെ ഭാഗങ്ങളെ ആഡ് ചെയ്തു, എന്നിട്ട് അതിന്റെ കൂടെ ഈ ഫ്രാക്ഷന്റെ ഭാഗത്തിനെ ആഡ് ചെയ്തു അല്ലെ. കാരണം അപ്പൊ നമുക്ക് സുഖമായിട്ട് ആഡ് ചെയ്യാൻ പറ്റിയിരുന്നു. എന്താണ് കാരണം? ഡിനോമിനേറ്റർ തുല്യമായിരുന്നു. അപ്പോ ഇങ്ങനെ തുല്യമായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയിരുന്നു. 9 4/8. അപ്പൊ ഈ 9 4/8 എന്ന് പറയുമ്പോൾ നിങ്ങൾ സംശയിക്കരുത്. 9 4/8 എന്ന് പറഞ്ഞാൽ 9 മൾട്ടിപ്ലൈ 4/8 അല്ല, 9 പ്ലസ് 4/8 ആണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇവിടെയും 2 3/4 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 3/4നെയാണ് 2 3/4 എന്ന് കാണിക്കുന്നത്. സോറി, 3 5/6 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 5/6 ആണ്. സെയിം കാര്യം തന്നെ ചെയ്യുക. അതായത് ഈ സാധാരണ കിടക്കുന്ന ഹോൾ നമ്പറിന്റെ ഭാഗങ്ങളെ ഒരുമിച്ച് ആഡ് ചെയ്തു, പ്ലസ് ഫ്രാക്ഷൻസിനെ ഒരുമിച്ച് ആഡ് ചെയ്തു. 3/4 പ്ലസ് 5/6 ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കുക. സ്പ്ലിറ്റ് ആക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നം നോക്കിയേ, വീണ്ടും നമ്മുടെ ഡിനോമിനേറ്റർ തുല്യമല്ലാത്ത ആൾക്കാരെ കിട്ടിയില്ലേ. 3/4 പ്ലസ് 5/6. 4ന്റെയും 6ന്റെയും LCM വേഗം പറഞ്ഞോ. LCM ഓഫ് 4 6. 4ന്റെയും 6ന്റെയും LCM വേഗം പറഞ്ഞോ. വേഗം പറഞ്ഞോ, എല്ലാവരും വേഗം പറഞ്ഞോ. ഞാൻ പറഞ്ഞ LCMത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ LCM എന്താണെന്നുള്ളത് വേഗം പറഞ്ഞു എല്ലാവരും. അപ്പൊ കുറെ പേരൊക്കെ പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഞാൻ ലേറ്റ് ആയിട്ട് വന്ന ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടില്ല. നമുക്കിനിയിപ്പോ സമയമില്ലാത്തതുകൊണ്ടാണ് ആദ്യത്തെ 5 മിനിറ്റിൽ വരുന്ന ആൾക്കാരുടെ പേര് മാത്രമേ ഞാൻ വിളിക്കുള്ളൂ. ലേറ്റ് ആയി വരുന്നവരുടെ പേര് വിളിക്കില്ല. ഓക്കെ. പഠിപ്പിച്ചൊക്കെ തുടങ്ങി. ഓക്കെ. അപ്പൊ ഇവയാണ് ആദ്യം പറഞ്ഞത് 12 എന്നുള്ളത്. പിന്നെ കുറെ പേര് ഇതാ പറഞ്ഞിട്ടുണ്ട്. രാതുൽ, ബിജു എന്ന് പറയുന്ന ആൾ പേരെന്തായിരുന്നു? ആദിദേവ്, അഭിരാമി, ഹന്ന, കൃഷ്ണ, കണ്ണൻ, റയാൻ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. 12 ആണ് അല്ലേ. 4ന്റെയും 3ന്റെയും കോമൺ ആയിട്ട് വരുന്ന 4ന്റെയും 6ന്റെയും കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 12 അല്ലേ. നോക്കി നോക്കി നിങ്ങൾ, 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയാ വരുന്നേ? 4 ഗുണം 3 12 ആണ് അല്ലേ. 6ന്റെയോ 6 ഗുണം 2 12 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ 12 ആക്കണം. എന്താ ചെയ്യണ്ടേ? 4നെ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ ഡിനോമിനേറ്ററിൽ അല്ലെങ്കിൽ ഛേദത്തിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം തെറ്റി.
ഏത് സംഖ്യ കൊണ്ടാണോ ഛേദത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് LCM ആക്കാൻ വേണ്ടിയിട്ട് അതേ സംഖ്യ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ 2 കൊണ്ട് ഇവിടെ 2 കൊണ്ട്. അപ്പൊ എന്തായി ഉത്തരം? 3 ഗുണിക്കണം 3 9/12 പ്ലസ് 10/12. ഇനി ഇതിനെ ആഡ് ചെയ്യാലോ. അപ്പൊ എന്തായി? 2 പ്ലസ് 3 എന്താണ്? 5 പ്ലസ് 9 പ്ലസ് 10/12 എന്ന് പറയുമ്പോൾ 19/12. ഉത്തരം എന്താ? 5 19/12. ഇതാണ് നമ്മുടെ ഉത്തരം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മിക്സ്ഡ് ഫ്രാക്ഷൻ ആവുമ്പോൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അഡീഷനും സബ്സ്ട്രാക്ഷനും. അപ്പൊ 4 രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ്? ഡിനോമിനേറ്റർ തുല്യമാണെങ്കിൽ, ഇനി മിശ്രഭിന്നത്തിൽ ഡിനോമിനേറ്റർ തുല്യമാണെങ്കിൽ, ഡിനോമിനേറ്റർ തുല്യമല്ലെങ്കിൽ മിശ്രഭിന്നത്തിൽ ഡിനോമിനേറ്റർ തുല്യമല്ലെങ്കിൽ, ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇതില് ഇന്നിപ്പോ ഞാൻ ലാസ്റ്റത്തെ ഭാഗം മാത്രമേ പുതിയതായിട്ട് പറഞ്ഞിട്ടുള്ളൂ. മറ്റേത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യമാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യം ആയതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം ഇത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കിടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 2 പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇന്നിപ്പോ ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ഓടിച്ച് പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പൊ ഇനി സംശയമുള്ള ആൾക്കാർ വീഡിയോ കാണാം കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞു നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സമയമില്ല ഇനി. അപ്പൊ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾക്ക് സംശയമുള്ളത് നിങ്ങൾ തീർക്കേണ്ടത് കേട്ടോ. പിന്നെ ലേറ്റ് ആയി വന്ന ആൾക്കാരാണ് കിട്ടണില്ല എന്ന് പറയണത് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വീഡിയോ കാണുക. നിങ്ങൾ കുറച്ചും കൂടി എഫേർട്ട് ഇടുക. വീഡിയോ കണ്ട് ഇരുന്ന് നോട്ട് എഴുതുക. അപ്പൊ ഈ ഭാഗത്തില് ഫസ്റ്റത്തെ 3 ഭാഗവും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്നിപ്പോ ഞാൻ പുതിയതായിട്ട് ഈ മിശ്രഭിന്നം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോ മിസ്സായ ആൾക്കാര് വീഡിയോ കാണുക. അപ്പൊ നമുക്കിനി നമ്മുടെ അടുത്തതിലേക്ക് പോകാം. അപ്പോ ഈ LCM വും പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യവും തമ്മിൽ സംശയമുള്ള ആൾക്കാര് കുഴപ്പമില്ല. നമ്മൾ അടുത്തതായിട്ട് കുറച്ച് കാര്യമായി പഠിക്കാൻ പോകുന്നത് LCMത്തിന്റെ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങള് പുതിയ ഇത് കണ്ടോളൂ. LCM ഉം HCF ഉം. എന്താണ് LCM ഉം HCF ഉം? ഞാനപ്പോ മലയാളം ആഡ് ചെയ്തത് എവിടെ പോയി? മലയാളം ആഡ് ചെയ്തത് കാണാനില്ല. കുഴപ്പമില്ല, ഞാൻ മലയാളം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ നോട്ട്സ്. ഇപ്പൊ മലയാളം പറയാം, മലയാളം ആഡ് ചെയ്തിട്ട് ഇട്ടുതരാം. അപ്പൊ നമ്മുടെ അഡീഷണൽ സബ്സ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷണൽ നമ്പർ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് LCM കുറച്ച് കാര്യമായിട്ട് പറയാനുണ്ട്. കാരണം LCM HCF ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ഉസാഗു ഉത്തമ സാധാരണ ഗുണിതം, ഇതും നമുക്ക് പഠിക്കാനുണ്ട്. മനസ്സിലായോ? അപ്പൊ ഞാനിപ്പോ ലസാഗു ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് ആ ലസാഗുവിന്റെ കൂടെ HCF കൂടെ പറഞ്ഞങ്ങോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ടോപ്പിക് കൂടെ എടുത്തത്. അപ്പൊ നമ്മൾ റേഷണൽ നമ്പേഴ്സിന്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് LCMനെ പറ്റി കുറച്ചും കൂടി കാര്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇപ്പൊ ഇനി പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണത്. എന്താണ് പഠിക്കാൻ പോണത്? ലസാഗു ഉസാഗു കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ ലസാഗുവിനെ പറ്റി സംശയമുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിരുന്നോളൂ. മലയാളം മീഡിയംകാർ പേടിക്കേണ്ട, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ട്സ്. ചില ഫോണ്ടുകള് ചില മലയാളത്തിൽ വരുന്ന കുറെ വരുന്ന വാക്കുകൾ ഇതിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇതിൽ കാണാത്തത്. നോട്ട്സ് അയക്കുമ്പോൾ ഉണ്ടാവും കേട്ടോ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 2 or more numbers. 2 നമ്പറുകൾക്ക് മാത്രമല്ല നമുക്ക് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കാൻ പറ്റുന്നത്. നമുക്ക് നോക്കി നോക്കിയേ, വേണമെങ്കിൽ 3 നമ്പറിന്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കാം അല്ലെ. 4ന്റെയും 5ന്റെയും 6ന്റെയും ഈ 3 നമ്പറുകൾക്കും തുല്യമായിട്ട് വരുന്ന കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? ഒരുപോലെ വരുന്ന മൾട്ടിപ്പിൾ ഏതാണ്? 4നും 5നും 6നും. അങ്ങനെ നമുക്ക് എടുക്കാം. 2 നമ്പറിന് മാത്രമല്ല. കാരണം നിങ്ങൾക്ക് എപ്പോഴും 2 നമ്പറുകൾ തമ്മിലുള്ള അഡീഷൻ അല്ലല്ലോ വരുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കിയേ 3/4 4/5 5/6 ഇങ്ങനെ 3 നമ്പറുകളെ ആഡ് ചെയ്യാൻ വേണ്ടി വന്നാലോ? അപ്പൊ നിങ്ങൾക്ക് ഈ 3 ഡിനോമിനേറ്ററും തുല്യാക്കണ്ടേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 4 5 6 ഈ 3 സംഖ്യകൾക്കും ഒരുപോലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന സംഖ്യ ഏതാണ്?
അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 4നും 5നും 6നും ഒരു തുല്യമായിട്ട് വരുന്ന സംഖ്യ ഏതാണ്? ഏതാണ്? 4നും 5നും 6നും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 12 ആലോചിക്കുകയാണെങ്കിൽ 4നും 6നും അതുണ്ട്, 5നുണ്ടോ? ഇല്ല. പിന്നെ ഏത് സംഖ്യ നമ്മൾ ആലോചിക്കുക? 20 ആലോചിക്കുകയാണെങ്കിലോ 4നും 5നും ഉണ്ട്, പക്ഷെ എന്തിനില്ല? 6നില്ല. അപ്പൊ ഏത് സംഖ്യ ഉള്ളത് ഇതിന് മൂന്നിനും കോമൺ ആയിട്ട്? സംഖ്യ ഉണ്ടോ? 4നും 5നും 6നും കോമൺ ആയിട്ട് വരുന്ന ഒരു സംഖ്യ ഏതാണെന്ന് പറഞ്ഞ വേഗം എല്ലാവരും പറയൂ. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? 30. 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എവിടെയാണ് 30 വരുന്നത്? 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 30 വരുന്നുണ്ടോ? 18. ഒന്നല്ല കേട്ടോ. ഒന്നൊരിക്കലും ഒന്നെങ്ങനെയാ നമുക്ക് ഈ 1 എന്ന് പറഞ്ഞത് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ആണ്. നമുക്ക് വേണ്ടത് റിസൾട്ട് ആയിട്ട് വരുന്ന സംഖ്യയാണ്. നമുക്ക് റിസൾട്ട് ആയിട്ട് വരുന്ന സംഖ്യയാണ് വേണ്ടത്, അല്ലേ? റിസൾട്ട് ആയിട്ട് ഏത് കിട്ടണം? കോമൺ മൾട്ടിപ്പിൾ കിട്ടണം. നിങ്ങൾ എന്തുകൊണ്ടാണ് 1 പറയുന്നത്? എങ്ങനെയാണ് 1 ആകുന്നത്? ഇതിലെല്ലാത്തിലും ഉള്ള കോമൺ ഫാക്ടർ അല്ല ചോദിക്കുന്നത്. നിങ്ങളിപ്പോ 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിനെയൊക്കെ 1 ആക്കി മാറ്റണം എന്നാണ്. ഈ 4നെ 5നെ 6നെയും നിങ്ങൾ എങ്ങനെയാ 1 ആക്കി മാറ്റുക? ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നിങ്ങൾക്ക് 4നെ 5നെയും 6നെയും 1 ആക്കി മാറ്റാൻ പറ്റുന്നത്? 1 is never a least common multiple. 1 ഒരിക്കലും ഒരു least common multiple അല്ല. 1 എന്ന് പറയുന്ന സംഖ്യ ഒരിക്കലും ഒരു least common multiple അല്ല. എനിക്ക് എന്താണ് നിങ്ങൾ 1 എന്ന് പറയുന്നത് എന്നുള്ള എൻ്റെ ഒരു ഐഡിയ മനസ്സിലാവുന്നില്ല. ഒരിക്കലും 1 എന്ന് പറയുന്നത് ഒരു ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ല. 4ന്റെയും 5ന്റെയും 6ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ 1 വരുന്നുണ്ടോ? 4നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് 1 കിട്ടുന്നത്? 1 നോ. കാരണം 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലത്തെ ഫസ്റ്റത്തെ സംഖ്യ എന്ന് പറയുന്നത് 4ആണ്. 1 എവിടെ നിങ്ങൾക്ക് കിട്ടുന്നേ? 1 എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടണം. 1 ഇവിടെയുള്ള 1നെ നമ്മൾ പറ്റില്ല. ഈക്വൽസ് ടു 1 കിട്ടണം. 5ന്റെയിൽ 1 ഗുണം 5 5 എന്നുള്ളതാണ് കിട്ടുന്നത്. 1 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ല. അത് 1 എന്ന് പറയുന്നത് എല്ലാത്തിലും ഒരു ഫാക്ടർ ആണെന്നേ ഉള്ളൂ, ഒന്നല്ല. ഒരിക്കലും 1 ഒരു ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നോ, നെവർ. അയ്യോ, ഞാൻ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ? 3/4 പ്ലസ് 4/5 പ്ലസ് 5/6. ഇതാണ് നമ്മുടെ ചോദ്യം. 4, 5, 6 ഇതിനും 3നും കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ആണ് എൻ്റെ ചോദ്യം. 1 ഈസ് നെവർ എ മൾട്ടിപ്പിൾ. അതായത് ഇതിന്റെ കൂടെ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടുന്നത് ഈ 3എണ്ണത്തിനും തുല്യമായ ഉത്തരമായിരിക്കണം. നേരത്തെ നമ്മൾ ചെയ്തില്ലേ? 3ഉം 4ഉം ആണ് വന്നതെങ്കിൽ, ഇപ്പൊ നോക്കിയേ, 3ഉം 4ഉം ആണ് വന്നതെങ്കിൽ നമ്മൾ എന്തിനാ അതിനെ മാറ്റണ്ടേ? 12 ആണല്ലേ കോമൺ ആയിട്ട് വരുന്ന സംഖ്യ, അല്ലെ? 3നും 4നും വേറെ ഏതെങ്കിലും സംഖ്യ വരുന്നുണ്ടോ കോമൺ ആയിട്ട്? ഇല്ല. അപ്പൊ 3നെയും 4നെയും എന്താക്കിയിട്ടാണ് നമ്മൾ മാറ്റുന്നത്? 12 ആക്കിയിട്ടാണ് മാറ്റുന്നത്. അപ്പൊ 12 ആണ് ഇവിടുത്തെ LCM. 3നെയും 4നെയും 1 ആക്കി മാറ്റാൻ പറ്റുമോ? 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റും, പക്ഷെ അത് ചെയ്യാൻ പറ്റിയ നമുക്ക് ഹോൾ നമ്പർ തന്നെ വേണം. ഓക്കെ. അപ്പൊ അതാ അഞ്ചൽ എന്ന് പറയുന്നത് ആരായിരുന്നു? ആളാണ് കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് പറഞ്ഞത്. അഞ്ചൽ എന്ന് പറയുന്നത് ആരായിരുന്നു? പേരെന്തായിരുന്നു? അഞ്ചൽ തന്നെയാണോ പേര്? 60 ആണ്. 60 ആണ് ഇവിടുത്തെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. വേറെ ഒരു സംഖ്യയും ഇല്ല. 4നും 5നും 6നും ഒരുപോലെ വരുന്ന ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ. നിങ്ങൾ ആലോചിക്കും 60 ആണോ ഏറ്റവും ചെറുതെന്ന്? 60ൽ താഴെ വേറെ 3നും ഒരുപോലെ വരുന്ന സംഖ്യ ഇല്ല. 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60 കിട്ടുക? 4നെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം 60 കിട്ടണമെങ്കിൽ? 4 ഗുണിക്കണം എത്രയാണ് 60? 5 ഗുണിക്കണം 12 ആണെന്ന് തോന്നുന്നു അല്ലെ 60.
12. ഇതിനെ നമ്മൾ 12 കൊണ്ട് ഗുണിക്കണം. ഇതിനെ 10 കൊണ്ട് ഗുണിക്കണം. 4നെ എത്ര കൊണ്ട് ഗുണിക്കണം 60 കിട്ടണമെങ്കിൽ? 15 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 60 ആണ് ഇവിടുത്തെ എൽസിയം. 60 കിട്ടണമെങ്കിൽ 4നെയും ഇവിടുത്തെ മുകളിൽ കിടക്കുന്ന ആളെയും 15 കൊണ്ട് ഗുണിക്കണം. 5നെ 12 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 60 കിട്ടുന്നത്. അപ്പൊ 5 × 12, അപ്പൊ മുകളിലുള്ള ആളെ × 12. ഇവിടെ 6നെ 60 ആക്കണമെങ്കിൽ 10 കൊണ്ട് ഗുണിക്കണം. അപ്പൊ മുകളിലുള്ള ആളെയും 10 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമ്മുടെ സംഖ്യ എന്തായി? 3 മൾട്ടിപ്ലൈഡ് ബൈ 15 എന്ന് പറഞ്ഞാൽ 45/60 പ്ലസ് 48/60 അല്ലേ? 50/60 അല്ലേ? ഇനി നോക്കിയപ്പോ 60 ആയില്ലേ താഴെ? അപ്പൊ നിങ്ങൾക്ക് ഇതിനെ ആഡ് ചെയ്യാം. ഈ 3 എണ്ണത്തിനെയും കൂടി ആഡ് ചെയ്യാം. അപ്പൊ കിട്ടുന്നതാണ് ഇതിന്റെ ഉത്തരം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് LCM എടുക്കുന്നത്. LCM എന്ന് പറയുന്നത് 2 നമ്പറിനല്ല, നിങ്ങൾക്ക് എത്ര നമ്പർ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ചിലപ്പോൾ ഒരു 4 റാഷണൽ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു 5 റാഷണൽ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആരും പേടിക്കണ്ട. ഇത് LCM കണ്ടുപിടിക്കാൻ വഴികളുണ്ട്. അതായത് എങ്ങനെയാണ് LCM കണ്ടുപിടിക്കുന്നതിന് വഴികളുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആരും പേടിക്കണ്ട. അയ്യോ ഇങ്ങനെ ആലോചിച്ചിരുന്ന് ഇങ്ങനെ എന്തോരം നേരെ വെച്ച് കണ്ടുപിടിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. നമുക്ക് വഴികളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത വരുന്ന ആളാണ് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ, ഉത്തമ സാധാരണ ഗുണിതം. ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് ബോത്ത് ദ ഗിവൺ നമ്പേഴ്സ് ഓർ മോർ നമ്പേഴ്സ്. അതായത് ഒരു തന്നിട്ടുള്ള 2 അല്ലെങ്കിൽ അതിലധികമോ നമ്പറുകളുടെ ഏറ്റവും വലിയ ഗുണിതമല്ല ഫാക്ടർ. മനസ്സിലായോ? അതിനെ ഏറ്റവും വലിയ ഏത് സംഖ്യ കൊണ്ടാണ് തന്നിട്ടുള്ള എല്ലാ നമ്പറുകളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? മൾട്ടിപ്ലൈ അല്ല. അതുകൊണ്ട് ഏത് സംഖ്യ കൊണ്ടാണ് ഇതിനെയൊക്കെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഉത്തമ സാധാരണ ഗുണിതം. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് 6 അല്ലെങ്കിൽ 6ഉം 9ഉം ആണ് വന്നേക്കുന്ന സംഖ്യകൾ എന്ന് വിചാരിക്കുക. 6ഉം 9ഉം ഈ 2 സംഖ്യകളെയും ഏത് നമ്പർ കൊണ്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 3 കൊണ്ട്. 6നെയും ഡിവൈഡ് ചെയ്യാം, 9നെയും ഡിവൈഡ് ചെയ്യാം അല്ലെ 3 കൊണ്ട്. അപ്പൊ ഇതിന്റെ HCF എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ 3 ആണ്. ഓക്കെ, ഇനി നോക്കിയേ നിങ്ങള് 16ഉം 20ഉം ആണ് തന്നേക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കുക 16നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 20നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ 2 ആയിരിക്കും. അല്ല, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ അതാണോ ഇത് ഈ 16നെയും 20നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ സംഖ്യ? 4 അല്ലേ? 16നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 20നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2 സംഖ്യ ഉണ്ട് അവിടെ. 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതെടുക്കേണ്ടത്? 4 ആണ് എടുക്കേണ്ടത്. മനസ്സിലായോ? ഏറ്റവും വലിയ സംഖ്യയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അതായത് നമുക്ക് തന്നിട്ടുള്ള 2ഓ അതിലധികമോ നമ്പറുകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, ഇതിനെ ഡിവൈസർ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ സംഖ്യ. ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടണം, പോയിന്റ് ഒന്നും വരാൻ പാടില്ല. അതാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ സംഖ്യ. അപ്പൊ 16ഉം 20ഉം ആണെങ്കിൽ 2 അല്ല അവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഉസാഗു എന്ന് പറയുന്നത് 4 ആണ്. വലുതാണ് എടുക്കേണ്ടത്. അപ്പൊ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളിൽ നമ്മൾ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ ആണ് എടുക്കുക. ഇതാണ് ഇവിടെ 2 തമ്മിലുള്ള വ്യത്യാസം. ലീസ്റ്റിൽ നമ്മൾ എന്തെടുക്കുക? ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ. ഇവിടെയോ ഹയസ്റ്റ് കോമൺ ഫാക്ടറിലോ ഏറ്റവും വലിയ ഫാക്ടർ. അതായത് ഏറ്റവും വലിയ ഏത് സംഖ്യ കൊണ്ടാണോ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്, ഹരിക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കി ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, 30ഉം 75ഉം. അപ്പൊ നമ്മൾ കാണുമ്പോ തന്നെ 30 75 അല്ലേ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ 5 അല്ലാതെ ഒരു വലിയ സംഖ്യ കൂടി ഉണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഏതാണ്? 15 അല്ലേ? നോക്കിയേ, 30നെ നിങ്ങൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
ഉത്തരം 2 കിട്ടും. മനസ്സിലായോ? ഇനി 75നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 75നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമുക്ക് 60 70 75 5 കിട്ടും. 5 ടൈംസ് 15 ആണ് 75 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നോക്കിയേ, 15 അല്ലേ ഇവിടുത്തെ വലിയ സംഖ്യ. 5 ആണെങ്കിൽ 5 പോകും, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ 5നേക്കാൾ വലിയൊരു സംഖ്യ ഉണ്ട് അവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ 5നെ അല്ല എടുക്കേണ്ടത്, വലിയ സംഖ്യനെ. അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിനൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. മെത്തേഡുകൾ എങ്ങനെ കണ്ടുപിടിക്കാം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 അല്ലെങ്കിൽ വലിയ കുറെ സംഖ്യകൾ തന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്നിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 തൊട്ട് ഫുള്ള് വരെ എഴുതിയിട്ട് അത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 4, 5, 6ന്റെ LCM കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതുകൊണ്ട് അതിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ മെത്തേഡുകൾ ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് ഫാക്ടറൈസേഷൻ. ഘടകങ്ങളാക്കുക. അതാണ് ഫസ്റ്റത്തെ മെത്തേഡ്. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറുകളുടെ ഘടകങ്ങളാക്കുക. നമ്മൾ പ്രഥമ സംഖ്യയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഫസ്റ്റ് ചാപ്റ്ററിൽ? പ്രൈം നമ്പറുകളുടെ ഘടകങ്ങളാക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഡിവിഷൻ മെത്തേഡാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ മെത്തേഡ് പഠിക്കാം. അപ്പൊ എനിക്കറിയാം ഞാൻ കുറച്ച് വേഗത്തിലാണ് പോകുന്നത് എന്നുള്ളത്, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല, വേഗത്തിൽ പോയേ പറ്റൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണു. കുഴപ്പമില്ല. എന്താണിത്? ആർക്കും മനസ്സിലായില്ലേ? എന്താ മനസ്സിലാവാത്തത് നിങ്ങൾക്ക്? ഞാൻ ഈ മെസ്സേജ് കണ്ടിട്ടുണ്ടായില്ല കേട്ടോ. എല്ലാവരും മനസ്സിലായില്ല എന്ന് പറയണ്ടല്ലോ. HCF ആണോ മനസ്സിലാവാത്തത്? എന്താണ് മനസ്സിലാവാത്തത്? മനസ്സിലാക്കാം. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണോ മനസ്സിലാവാത്തത്? എന്താണ് ഏറ്റവും വലിയ ഘടകം? അതായത് 15നെയും 75നെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ 15 ആണ് അവിടുത്തെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. 5 അല്ല, 16ഉം 20ഉം എടുത്തു. നിങ്ങൾക്ക് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടും. പക്ഷെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഉസാഗു എടുക്കുമ്പോ അത് 2 അല്ല അവിടെ ഉസാഗു വരേണ്ടത്, ഏറ്റവും വലിയ സംഖ്യ. അപ്പൊ 2 അല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. 2 അല്ലാതെ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 4 ആണ്. ഒന്നും മനസ്സിലായില്ല എന്നാ? മനസ്സിലായേ പറ്റുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു നമ്മളിത് ഇങ്ങനെ വീണ്ടും പറഞ്ഞോണ്ടിരുന്ന നമ്മുടെ പോർഷൻ തീരണ്ടേ? ഓക്കെ. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഇപ്പൊ മെത്തേഡുകൾ പഠിപ്പിക്കുമ്പോ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും എന്താണ് ലസാഗു ഉസാഗു എന്ന്. ലസാഗു ഞാൻ ഇനി പറഞ്ഞു തരില്ല, കാരണം നമ്മൾ കഴിഞ്ഞ റാഷണൽ നമ്പേഴ്സ് പഠിച്ചപ്പോൾ ലസാഗു പഠിച്ചു. ഉസാഗു മാത്രമാണ് ഇപ്പൊ പുതിയതായിട്ട് പഠിച്ച കാര്യമുള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. ആരും പേടിക്കണ്ട. കാരണം അത് തീർന്നിട്ടില്ല. അതായത് മുഴുവൻ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞിട്ടൊന്നുമില്ല. നമ്മള് എന്ത് ചെയ്യും? ഒരു മിനിറ്റ്. എന്ത് ചെയ്യും നമ്മള്? ഇനി നമ്മൾ ഇത് പഠിക്കാൻ പോകണ്ടല്ലോ, മെത്തേഡുകൾ പഠിക്കാൻ പോവാണല്ലോ. മെത്തേഡ്സ് പഠിക്കുമ്പോ അപ്പൊ നമ്മള് അതിന്റെ കൂടെ എങ്ങനെയാണ് ഇതിനെ വരാന്നുള്ളതും കൂടി പഠിക്കും. ഓക്കേ. എങ്ങനെയാണ് ഇത് സംഭവം എന്നുള്ളത് ഒന്നും കൂടി പഠിക്കും. മെത്തേഡ് പഠിക്കുമ്പോ നിങ്ങൾക്ക് അപ്പൊ ഒന്നും കൂടെ ക്ലിയർ ആവും കേട്ടോ. ഇവിടെ അത് മനസ്സിലാവാത്ത ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ മെത്തേഡ് പഠിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു പോകാം. അപ്പൊ നോക്കിയേ, മെത്തേഡ്സിലേക്ക് കടക്കുകയാണ് നമ്മൾ. പ്രൈം ഫാക്ടറൈസേഷൻ, ഘടകങ്ങളാക്കുക. പ്രൈം എന്ന് പറഞ്ഞുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യയും ഒന്നുമല്ലാതെ വേറെ ഘടകങ്ങൾ ഇല്ലാത്ത സംഖ്യകളാണ് പ്രൈം നമ്പർ. പ്രൈം നമ്പറിനെ പറ്റി ഞാൻ വീണ്ടും പറയണില്ല, കാരണം നമ്മൾ ഓൾറെഡി പ്രൈം നമ്പർ പഠിച്ചതാണ്. പ്രൈം ഫാക്ടറൈസേഷൻ വഴിയാണ് നമ്മൾ ആദ്യമായിട്ട് LCMനെ അല്ലെങ്കിൽ ലസാഗു കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ തന്ന പോലെ 4, 5, 6 3 സംഖ്യകൾ തന്നു. ഇതിന്റെ LCM എന്ന് പറയുന്നത് 60 ആണ്. പക്ഷെ നിങ്ങൾ എന്താ ചിന്തിക്കുള്ളൂ? 20, 25, 24, നിങ്ങൾ 30 അവിടം വരെ നിങ്ങൾ ചിന്തിക്കുള്ളൂ. കാരണം നിങ്ങളുടെ മൈൻഡിൽ ചെറിയ നമ്പർ എന്നല്ലേ. പക്ഷെ അത് ചെറിയ നമ്പർ എന്നാണെങ്കിൽ പോലും ഇതിന്റെ 3ന്റെയും കോമൺ ആയി വരുന്ന ചെറിയ നമ്പർ എന്നേ ഉള്ളൂ. ഒരു 50ൽ താഴെ നമ്പർ അങ്ങനെയൊന്നുമില്ല.
ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ 60ലേക്കൊക്കെ ചിന്തിച്ച് പോകണമെങ്കിൽ നല്ലപോലെ അതിന് കുറേ ചെയ്ത് പരിചയമാകണം. അതുകൊണ്ടാണ് നമ്മൾ മെത്തേഡ്സ് ഉള്ളത്. എങ്ങനെയാണ് ഒരു 4ഓ അല്ലെങ്കിൽ 3ഓ 2ഓ നമ്പറുകൾ തന്നാൽ അതിന്റെ എന്ത് കണ്ടുപിടിക്കുന്നത്, ഈ ലസാഗു കണ്ടുപിടിക്കുക എന്നുള്ളത് എന്നാണ് ഫസ്റ്റത്തെ മെത്തേഡ്. പ്രൈം ഫാക്ടറൈസേഷൻ, ഘടകങ്ങളാക്കുക. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഘടകങ്ങളാക്കുക. അപ്പൊ അതിന് 2 സ്റ്റെപ്പ് ഉള്ളത്. അപ്പൊ സ്റ്റെപ്പിലേക്ക് പോണേക്കാളും നല്ലത് നമ്മൾ നേരിട്ട് ഇത് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ 54ഉം 21ഉം. അപ്പൊ എന്ത് ചെയ്യണം, അതിനെ ഇങ്ങനെ എഴുതുക. 54 21 ഇങ്ങനെ എഴുതി. 54ലും 21നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഏതാണ്? നിങ്ങളൊന്ന് ആലോചിക്കേ. അങ്ങനെ നമുക്ക് ഓരോന്നിനെയും ചെയ്താലോ? അമ്പത്തിനാലിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 54നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ എങ്ങനെയാ? പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് ആരും പേടിക്കണ്ട. ഓക്കെ, അല്ലൻ കുറെ പേരൊക്കെ മെസ്സേജ് ഒക്കെ അയക്കണ്ട കേട്ടോ. എനിക്ക് ഇപ്പൊ നോക്കാനായിട്ടുള്ള സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ മെസ്സേജസിന് റിപ്ലൈ തരാത്തത്. 54നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞതാ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. നമുക്ക് 2 ഒരു പ്രൈം നമ്പർ അല്ലേ, എപ്പോഴും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കാം. 54നെ 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക നമുക്ക്? 54നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 54നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 27 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് അപ്പൊ എഴുതി പോകേണ്ടത്. 54 2, ആദ്യം എപ്പോഴും 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതായത് 2 എന്ന് പറയുന്ന നമ്പറിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റുമെങ്കിൽ 2 കൊണ്ട് തന്നെ ചെയ്യുക. 2 പറ്റില്ല എങ്കിൽ അടുത്ത പ്രൈം നമ്പർ എത്രയാ? 3 കൊണ്ട് പറ്റുമോ നോക്കുക. 3ഉം പറ്റില്ല എങ്കിൽ അടുത്ത പ്രൈം നമ്പർ 4 അല്ല, 4 നോക്കരുത്, 4 പ്രൈം നമ്പർ അല്ല, 5 കൊണ്ട് പറ്റുമോ നോക്കുക. 5 കൊണ്ടും പറ്റില്ലെങ്കിൽ അടുത്ത പ്രൈം നമ്പർ 7, 6 അല്ല 7. അങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. തന്നിട്ടുള്ള നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ 2 കൊണ്ട് ചെയ്യുക. 3 കൊണ്ട് പറ്റുമോ? 3 ആണെങ്കിൽ 3. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും 2ൽ നിന്നാണ്. അപ്പൊ 54നെ 2 കൊണ്ട് ചെയ്തപ്പോൾ എനിക്ക് 27 കിട്ടി. 27നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, കാരണം അവസാനിക്കുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. അപ്പൊ ഞാൻ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? പറ്റില്ലേ? കാരണം 3 കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? 9 അല്ലെ, 9 എന്നാണ് കിട്ടുന്നത്. ഇനി ഈ 9നെ എനിക്ക് ഏത് സംഖ്യ കൊണ്ടാ ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 3 കൊണ്ട് തന്നെയാ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എന്താ കിട്ടി എനിക്ക്? 3. ഇങ്ങനെയാണ് നമ്മൾ എഴുതി പോകുന്നത്. എന്താ അവിടെ സംഭവിക്കുന്നത്? ഡിവൈഡ് ചെയ്താണ് പോണത്. ഹരിച്ചാണ് പോണത്. 3നെ ഇനി ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? 3 കൊണ്ട് തന്നെയേ പറ്റുള്ളൂ. അപ്പൊ എത്ര വരെ ചെയ്യണം? ഇവിടെ 1 എന്നുള്ള ഈ സംഖ്യ കിട്ടുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? എന്താ ചെയ്യേണ്ടത്? ആദ്യം 54ന് തുടങ്ങി. ഫസ്റ്റ് നോക്കേണ്ടത് 2 ആണ്. അപ്പൊ 4 അവസാനിക്കുന്ന ഒരു സംഖ്യ, ഒരു ഈവൺ നമ്പറിൽ അവസാനിക്കുന്ന സംഖ്യ ആയതുകൊണ്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. 27 കിട്ടി. 27 ഒരു ഓഡ് നമ്പർ ആണ്. ഒരിക്കലും അതിനെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അതുകൊണ്ട് നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റും അല്ലേ. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അടുത്തത് വന്നത് അപ്പൊ 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയത്? 9 എന്ന് കിട്ടി. അപ്പൊ ഇനി 9നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നാണ് നോക്കേണ്ടത്. 9നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? വീണ്ടും 3 തന്നെയാണ്. 3 കൊണ്ട് തന്നെയല്ലേ ഡിവൈഡ് ചെയ്യാൻ പറ്റുക 9നെ. അപ്പൊ നമുക്ക് വീണ്ടും 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 3 എന്ന് കിട്ടി. 3നെ പിന്നെ ഏത് നമ്പർ കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 2 പറ്റില്ല, 3 തന്നെ. അപ്പൊ 1. അപ്പൊ എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത്? അവസാനം മുതൽ ഇവിടെ 1 വരുന്നത് വരെ ചെയ്യണം. ഇവിടെ 1 വരുന്നത് വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം.
അപ്പൊ നോക്കിയേ 54-നെ ഞാൻ എന്താ ചെയ്തേ, ഘടകങ്ങളാക്കി. എന്തിന്റെ? 2 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 എത്രയുണ്ട്? എന്നിട്ട് ഇവിടെയുള്ള ഈ സൈഡിൽ കിടക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ തമ്മിൽ ഗുണിച്ചാൽ ഈ ആളെ കിട്ടും. അതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അതായത് 2 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3. ഈ കിടക്കുന്ന ഈ സൈഡിൽ കിടക്കുന്ന ആൾക്കാരെയൊക്കെ കൂടി അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 54 കിട്ടും. അങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? ഇപ്പൊ 54-നെ ഘടകങ്ങളാക്കി, 2-ന്റെയും 3-ന്റെയും ഘടകങ്ങളാക്കി എഴുതി. അതാണ് സംഭവിച്ചത്. ഓക്കെ. അപ്പോ ഇനി അടുത്ത ആളാരാ? 21 ആയിരുന്നു അല്ലെ? നമ്മുടെ അടുത്ത ഇതെന്ന് പറയുന്നത് 21 ആയിരുന്നു അല്ലെ? ഓക്കെ. അപ്പൊ 21 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21-നെ ഒന്ന് ഘടകങ്ങളാക്കി നോക്കി നിങ്ങൾ. 21 ഏത് നമ്പർ കൊണ്ട് ആദ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 21-നെ ഏറ്റവും ചെറിയ നമ്പർ വേണേ. 21-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 21-നെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 21-നെ? ഇല്ല. അപ്പൊ ഞാൻ ഒന്നും കൂടിയാണ് പറയുന്നത്. വീണ്ടും പ്രൈം ഫാക്ടറൈസേഷൻ തന്നെയാണ് പറയുന്നത് കേട്ടോ. 21-നെയാണ് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണത്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോകുന്നത്. അതായിരുന്നു നമ്മുടെ ചോദ്യം. 54-ന്റെയും 21-ന്റെയും എന്താ വേണ്ട? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് അല്ലേ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ കണ്ടുപിടിക്കാൻ പോണത്? അതെ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് കണ്ടുപിടിക്കാൻ പോണത്. അപ്പോ 54-ന്റെ നമ്മൾ ഇത് ഘടകങ്ങളാക്കി. ഇനി 21-ന് ഘടകങ്ങളാക്കണം. 21-ന് ഘടകങ്ങളാക്കുമ്പോ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു അല്ലെ? റയാൻ, ശ്രീനന്ദ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? 3 കൊണ്ടാ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഓഡ് നമ്പർ ആണ്. 2 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഇല്ല അവിടെ. നെക്സ്റ്റ് നമ്പർ നോക്കുക 3. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 21-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പൊ ഇങ്ങനെ വര വരച്ചിട്ട് നേരെ ഇങ്ങനെ വരയ്ക്കുക. എത്രയാ കിട്ടുന്നത്? 7. 7 ഒരു പ്രൈം നമ്പർ ആണ്. 7-നെ പിന്നെ വേറെ ഒരു സംഖ്യ കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല 7 അല്ലാതെ അല്ലേ? അപ്പൊ 7 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. അവിടെ 1 കിട്ടി. അപ്പൊ എന്താ പറയുന്നത്? 1 കിട്ടുന്നത് വരെ 1 ഓൾറെഡി കിട്ടിയല്ലോ. അപ്പൊ 21-നെ എങ്ങനെ എഴുതാം? 3 ഗുണിക്കണം 7 എന്ന് എഴുതാം. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് നോക്കിയേ, നമുക്കപ്പൊ കിട്ടിയത് എന്താണ്? 54-നെ 2 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഇങ്ങനെ എഴുതാൻ കിട്ടി. 21-നെ 3 ഗുണിക്കണം 7 ഇങ്ങനെ എഴുതാനും കിട്ടി. ഇനി ഈ 54-ന് നോക്കിയേ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോ. 54-ല് 2 എന്ന് പറയുന്ന സംഖ്യ എത്ര തവണ വരുന്നുണ്ട്? ഒരു തവണയേ വരുന്നുള്ളൂ അല്ലേ? 3 എന്ന് പറയുന്ന സംഖ്യയോ 3 തവണ വരുന്നുണ്ട്. ഓക്കെ, 3 തവണ വരുന്നുണ്ട്. ഇനി എന്താണ് അടുത്ത ആളില് ഒരു 3 വരുന്നുള്ളൂ. ഒരു 3 വരുന്നുള്ളൂ. ഒരു 7ഉം വരുന്നുണ്ട് അല്ലേ? ഒരു 3ഉം ഒരു 7ഉമാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല്, ഇതില് 1 2 3 4 ഇതിൽ ഈ എല്ലാ നമ്പറും ഫസ്റ്റത്തേൽ വന്നിട്ടുള്ള എല്ലാ നമ്പറുകളും, അതായത് 2 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 അല്ലേ? 2 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3. ഇതല്ലാതെ ഇപ്പൊ 3 ഓൾറെഡി ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. അപ്പൊ അത് കോമൺ ആണ്. അപ്പൊ അതിന് നോക്കണ്ട. ഇതല്ലാതെ വന്നിട്ടുള്ള ആളാരാണ്? 7. അപ്പൊ 7ഉം കൂടി കൂട്ടി ഒന്ന് ഗുണിച്ചാൽ എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ LCM. മനസ്സിലായോ? അപ്പൊ ഒന്ന് നിങ്ങൾ ഗുണിച്ചു നോക്കിയേ, അത് എന്താ കിട്ടുന്നത് എന്ന് അറിയാൻ വേണ്ടിട്ട്. 2 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 7. എന്താ ചെയ്യണ്ടേ? 54-ല് ഒരു 2ഉം 3 തവണ 3 വന്നിട്ടുണ്ട് അല്ലെ? 3 തവണ 3 വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ആ 3 തവണ ഉള്ള സാധനത്തിനെയും ഒരുമിച്ച് എഴുതി കഴിഞ്ഞു. ഇനി ഇവിടെയും 3 ഉണ്ട് ഇവിടെയും 3 ഉണ്ട്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ ഒരു വട്ടം എടുക്കുള്ളൂ. കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ ഒരു തവണ എടുക്കുള്ളൂ. അപ്പൊ താഴത്തെയുള്ള 21-ന്റെ 3-നെ വീണ്ടും നമ്മൾ എടുക്കില്ല. കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ
ഒരു തവണയാണ് അവിടെ നിന്ന് എടുക്കുന്നത്. അപ്പൊ 2 മൾട്ടിപ്ലൈഡ് ബൈ 3 മൾട്ടിപ്ലൈഡ് ബൈ 3 മൾട്ടിപ്ലൈഡ് ബൈ 3. പിന്നെ രണ്ടാമത്തെ നമ്പറിൽ ഇതല്ലാതെ പുതിയതായിട്ട് സംഖ്യകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സംഖ്യേനെ എടുക്കും. ഇപ്പൊ രണ്ടാമത്തെ ഇതിൽ 2 തന്നെ വീണ്ടും വന്നിരുന്നെങ്കിൽ അത് 2 നമ്മൾ എടുക്കില്ലായിരുന്നു. ഓക്കെ, പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അപ്പൊ പുതിയതായിട്ട് അവിടെ മുകളിൽ ഇല്ലാത്തതായിട്ട് വന്ന സംഖ്യ എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ ഈ മുകളിലുള്ള മൊത്തം സംഖ്യയുടെ കൂടെ ഈ 7നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 378 ആണ്. അതാണ് 54ന്റെയും 21ന്റെയും LCM. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ടീച്ചർ അല്ലേ പറഞ്ഞത് ഏറ്റവും ചെറിയ സംഖ്യ എന്ന്, എന്നിട്ട് എങ്ങനെയാ അത് 378 ഒക്കെ ആവണേ അല്ലേ? ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നതിൽ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ്. മനസ്സിലായോ? അല്ലാതെ ഉള്ളതിൽ വെച്ചിട്ട് 100 കടക്കാൻ പാടില്ല അല്ലെങ്കിൽ 50 കടക്കാൻ പാടില്ല എന്നുള്ളതല്ല. ഇതിനേക്കാൾ ചെറിയൊരു കോമൺ മൾട്ടിപ്പിൾ അതിനില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇതിന് 378 ആണ് ഇവിടുത്തെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ ഓക്കെ 378 തന്നെയാണ് വരുന്നത്. ഞാൻ ചെയ്ത് നോക്കിയതാണ്, 378 തന്നെയാണ് വരുന്നത്. ഓൾറൈറ്റ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത്? ഓക്കെ, എവിടെയാണ്? റൈറ്റ്. ക്ലിയർ ആയോ? എന്താ സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇനി ഈ സാധനം കണ്ടുപിടിക്കാൻ, LCM കണ്ടുപിടിക്കാൻ സംശയം ഉണ്ടോ? സംശയം ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വർക്ക്ഷീറ്റുകൾ ഒരുമിച്ച് ആഡ് ആക്കിയിട്ട് ഇടാം. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ ഇതാണ്. അപ്പൊ നിങ്ങളൊന്ന് നോക്കി നോക്കിയേ എങ്ങനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതെന്ന്. 54 എന്ന് പറയുന്ന സംഖ്യനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 2ൽ നിന്നാണ്. 2 × 3 × 3 × 3 എന്ന് പറഞ്ഞിട്ട് നീട്ടി വലിച്ച് എഴുതി. എന്നിട്ട് 21നെയും ചെയ്തു. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന ആൾക്കാര് 3 എന്ന് പറയുന്നത് 3 തവണ വരുന്നുണ്ട് ഓൾറെഡി. 7 ഒരു തവണ വരുന്നുള്ളൂ, ഒരു വട്ടം. അപ്പൊ അതിൽ നിന്ന് ഇവിടെ 3 ഓൾറെഡി വന്നത് കൊണ്ട് പിന്നെയും 3നെ എടുക്കണ്ട, ഈ 7നെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റത്തെ ആളുടെ മൊത്തം ഫാക്ടറുകൾ മൾട്ടിപ്ലൈഡ് ബൈ രണ്ടാമത്തെ ആളിൽ നിന്നുള്ള കോമൺ അല്ലാത്ത ഒറ്റ ഫാക്ടർ, അത്രയും ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഇനി നമ്മുടെ ഡിവിഷൻ മെത്തേഡ് ആണ്. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ക്ലിയർ ആയോ എല്ലാവർക്കും? ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യണോ? ക്ലിയർ ആയി അല്ലേ എല്ലാവർക്കും? ഓക്കെ, ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് എന്നാ പിന്നെ അടുത്തതിലേക്ക് പോവാം. ഇനി അടുത്ത മെത്തേഡ് ആണ് ഡിവിഷൻ മെത്തേഡ്. ആരും പേടിക്കണ്ട, ഞാൻ എന്ത് ചെയ്യാം, നോട്ട്സ് ഇടുമ്പോൾ ഇതിൽ കൂടുതൽ പ്രോബ്ലംസ് ആഡ് ചെയ്തിട്ട് ഇടാം. പ്രൈം ഫാക്ടറൈസേഷൻ വഴി എങ്ങനെയാണ് കൂടുതൽ ആഡ് ചെയ്യാനുള്ള കൂടുതൽ പ്രോബ്ലംസ് ഇട്ടിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ അധികം സമയം കളയണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത മെത്തേഡ് ആണ് ഡിവിഷൻ മെത്തേഡ്. എന്താണ്? ഡിവിഷൻ മെത്തേഡ്. ഓക്കെ, ഇത് കുറച്ച് നിങ്ങളൊക്കെ കാണുമ്പോൾ അയ്യോ എന്തോരം സ്റ്റെപ്പ്. അപ്പൊ ഞാൻ ഈ സ്റ്റെപ്പ് ഇങ്ങനെ പറയാത്തത്, സ്റ്റെപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവുകയുള്ളൂ. അത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ സ്റ്റെപ്സ് അവിടെ ഇട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ സ്റ്റെപ്സിലേക്ക് അധികം ശ്രദ്ധിക്കണ്ട, നമുക്ക് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഞാൻ സ്റ്റെപ്സ് ഞാനിവിടെ പറയണില്ല, നമുക്ക് നേരെ എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, LCM ഓഫ് നോക്കിയേ. അപ്പൊ ഈ ഡിവിഷൻ മെത്തേഡ് എപ്പോഴും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. നോക്കിയേ എത്ര ആൾക്കാരുണ്ട് ഇവിടെ? 4 നമ്പർ ഉണ്ട് അല്ലേ? 4 നമ്പറുകളെയും
ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഡിവിഷൻ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ നിന്നാൽ 36ന്റെ ചെയ്യണം, 56ന്റെ ചെയ്യണം, 105ന്റെ ചെയ്യണം, 108ന്റെ ചെയ്യണം അല്ലെ. അപ്പൊ കുറച്ച് നേരം കൂടുതൽ എടുക്കും. അതുകൊണ്ട് അപ്പോ 3ൽ കൂടുതൽ സംഖ്യകളൊക്കെ വരുമ്പോ ബെറ്റർ ആയിട്ട് വരുന്നത് എന്താണ്? ഈ ഡിവിഷൻ മെത്തേഡ് ആണ്. അപ്പൊ ഈ നമ്മുടെ എക്സാമ്പിൾ 2ൽ കാണിക്കുന്നത് ഡിവിഷൻ മെത്തേഡ് ആണ് കേട്ടോ. ഡിവിഷൻ മെത്തേഡ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്ത് കണ്ടുപിടിക്കാൻ? LCM കണ്ടുപിടിക്കാനുള്ള ഡിവിഷൻ മെത്തേഡ്. അപ്പോ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, 36ന്റെയും 56ന്റെയും 105ന്റെയും 108ന്റെയും ഇത്ര ആൾക്കാരുടെ കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ബുദ്ധിമുട്ടാണ്. നേരിട്ട് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? അയ്യോ 105ന്റെയും 36ന്റെയും ഇല്ല, ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തായാലും ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് വേണം? ഡിവിഷൻ മെത്തേഡ്. ഇവിടെ നോക്കിയേ, എല്ലാ ആൾക്കാരെയും അങ്ങനെ നീട്ടി പിടിച്ചങ്ങോട്ട് എഴുതുക. 36നെയും 56നെയും 105നെയും 108നെയും ഒക്കെ അങ്ങോട്ട് എഴുതി. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ നോക്കിയേ, 105നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 105നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറ്റുന്ന ആൾക്കാരെ ചെയ്യാം, പറ്റാത്ത ആൾക്കാരെ അവിടെ ഇട്ടോട്ടെ. 2 കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പറ്റുന്ന ആൾക്കാരെ ഡിവൈഡ് ചെയ്യുക, പറ്റാത്ത ആൾക്കാരെ ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ എഴുതുക. നോക്കിയേ, 2 കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ആരൊക്കെ ചെയ്യുന്നുണ്ട്? 36നെ 56നെ 108നെ മാത്രമേ ചെയ്യുന്നുള്ളൂ. 105നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല 2 കൊണ്ട് അല്ലെ, അതൊരു ഓഡ് നമ്പർ ആണ്. അപ്പൊ പറ്റാത്ത ആൾക്കാരൊന്നും ചെയ്യണ്ട, പറ്റാത്ത ആൾക്കാരോട് കിടന്നോട്ടെ. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 18 ആയി. അത് 56നെ 2 കൊണ്ട് ചെയ്തപ്പോ 28 ആയി. പകുതിയാണ് കേട്ടോ. ഇതിനൊക്കെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ പകുതി. 108ന്റെ ആരായി? 54 ആയി. ഇനി ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് 18, 28, 105, 54 വീണ്ടും 2 കൊണ്ട് തന്നെ ചെയ്യാം. കാരണം ഏറ്റവും കൂടുതലാണ് നിങ്ങൾ നോക്കേണ്ടത്. അതായത് അവിടെ കിടക്കണ 4 നമ്പറിലും ഒന്നിനെയും 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ 2 കൊണ്ട് ചെയ്യാൻ പാടില്ല. കൂടുതൽ ഏതാണ് ചെയ്യാൻ പറ്റുന്നത് അതിനാണ് നമുക്ക് ആ നമ്പറാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ 4 എണ്ണത്തിൽ 3 എണ്ണത്തിനെയും 2 കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ 2 തന്നെ എടുക്കാം. ഓക്കെ, അപ്പൊ അതാ രണ്ടാമത്തെ സ്റ്റെപ്പിലും 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. എഗെയിൻ 105നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇതിനെ ചെയ്തപ്പോ 9 വന്നു. 28നെ ഡിവൈഡ് ചെയ്തപ്പോ 14 ആയി. 105 അവിടെ 105 തന്നെ ആയിട്ട് കിടക്കുന്നുണ്ട്. 54ന് 27. ഇനി നിങ്ങൾ നോക്കിയേ, 2 ഞാൻ എടുത്താൽ ഓൺലി ഈ 14നെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്തിലേക്ക് പോണം? ബാക്കി സംഖ്യകളെ എല്ലാത്തിലും കൂടുതൽ കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഇനി 2 പറ്റില്ല. 2 എടുത്തു കഴിഞ്ഞാൽ 14 മാത്രമേ ഉള്ളൂ എന്ത്? ഈവൺ നമ്പർ. അപ്പൊ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കി 3. ഓക്കെ, അപ്പൊ 3 ആണ് ഞാൻ എടുക്കണതെങ്കിൽ 9നെയും ഡിവൈഡ് ചെയ്യാം, 105നെയും ഡിവൈഡ് ചെയ്യാം, 27നെയും ഡിവൈഡ് ചെയ്യാം. അപ്പൊ 3 കൊണ്ട് ചെയ്തു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 3 ആയി. 14 അങ്ങനെ തന്നെ അവിടെ താഴേക്ക് എടുത്ത് എഴുതി. 105നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 35 ആയി. 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 9 ആയി. ആണല്ലോ. ഇനി ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഒക്കെ ഓൾറെഡി ഷോർട്ടായി. ഇനി ഇതിലധികം കാര്യമായിട്ട് ചെയ്യാനില്ല. 3നെ ചെയ്യാൻ പറ്റും 3 കൊണ്ട് മാത്രം. 3 എടുക്കാൻ പറ്റുമോ ഇനി? ഇല്ല, കാരണം 3 എടുത്താലേ 3ഉം 9ഉം മാത്രമേ ഉള്ളൂ. ബാക്കി ഈ സംഖ്യകളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അടുത്ത ഓപ്ഷൻ മാക്സിമം എത്ര നമ്പറുകളെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. അടുത്ത നമ്പർ 7. 7 എടുത്താലോ? 5 എടുക്കാന്ന് വിചാരിച്ചാലോ? ഞാൻ അടുത്ത പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 എടുക്കാൻ പറ്റുമോ? 5 എടുത്താൽ 35നെ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മാക്സിമം ആൾക്കാരെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ വേണ്ടേ? 7. 3ന് ഒരു മാറ്റവും ഇല്ല. 14 എന്തായി? 2 ആയി. ഇവിടെ 14 എന്ന് പറഞ്ഞ ആള് 2 ആയി. പിന്നെ ഇതെന്തായി? ഇവിടെ 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 5 ആയി. 9ന് ഒരു മാറ്റവും ഇല്ല, 9 തന്നെ. ഓക്കെ, ഇനി എങ്ങനെയാ എടുക്കേണ്ടത്? ഈ ഇവിടെ കിടക്കുന്ന എല്ലാ ആൾക്കാരെയും അവിടെ അങ്ങോട്ട് എന്ത് ചെയ്യാ? മൾട്ടിപ്ലൈ ചെയ്യാ. 2 ടൈംസ് 3 ടൈംസ് 2 ടൈംസ് 2 ടൈംസ് 3 ടൈംസ് 7. ഇനി ഇവിടെ ഇല്ലാത്ത ഏതെങ്കിലും ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതും മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 3നെ നമ്മൾ എടുക്കില്ല. 3 അല്ലാതെ ബാക്കി ഈ സൈഡിൽ കിടക്കുന്നത് 3 ആൾക്കാരെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ടൈംസ് 2 ടൈംസ് 3 ടൈംസ് 7 അതാണ് ഇവിടെ വന്ന ആൾക്കാര്. ഇനി 3 വേണ്ട, ബാക്കിയുള്ള ഈ 3 ആൾക്കാരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു 2 ടൈംസ് 5 ടൈംസ് 9.
ഓക്കെ, അപ്പൊ ആരാണ്? ഇത്രയും സംഖ്യകളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആളാണ് 75 60. അതാണ് നമ്മുടെ LCM. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. 36 എന്ന് പറയുന്നത് എന്താണ്? 108ന്റെ തന്നെ ഒരു സബ് മൾട്ടിപ്പിൾ ആണ്. 56ഉം 108ഉം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അടുത്ത ഫാക്ടറുകൾ എന്ന് പറയുന്നത് 2ഉം 3ഉം 7ഉം ആണ്. 2ഉം 5ഉം ഈ 2നും 5നും 9നും, ഇവിടെ ലാസ്റ്റ് വരുന്ന 2നും 5നും 9നും എന്തില്ല? കോമൺ ഡിവൈസറുകൾ ഒന്നുമില്ല. കോമൺ ആയിട്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരെ വേണം എടുക്കാൻ. ഈ 3 എടുത്താൽ എന്താ സംഭവിക്കുക? 3നും 9നും കോമൺ ഡിവൈസർ ഉണ്ട് അല്ലെ? 3 ഉണ്ട്, അതുകൊണ്ടാണ് 3ന് എടുക്കാൻ പറ്റാത്തത്. കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ വേണം എടുക്കാൻ. ഓക്കെ, അപ്പൊ 2ഉം 5ഉം 9ഉം ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന സംഖ്യകള്. സോ നമുക്ക് 2 × 2 × 3 × 7, ഇവിടെ കിടക്കുന്ന ആൾക്കാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇവിടെ വരുന്നതില് കോമൺ ഡിവൈസർ ഇല്ലാത്ത സംഖ്യകളെ എടുക്കണം. 3ന് കോമൺ ഡിവൈസറും 9നും 3നും കോമൺ ആയിട്ട് 3 എന്ന് പറയുന്ന ഡിവൈസർ ഉണ്ട്, അതുകൊണ്ട് അതിന് എടുക്കാൻ പറ്റില്ല. ബാക്കി 2നും 5നും 9നും കോമൺ ആയിട്ട് ഒരു ഡിവൈസറും ഇല്ല. അതായത് 2നെയും 5നെയും 9നെയും കൂടി കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ അതിന് എടുക്കാം 2, 5, 9. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമ്മുടെ എന്ത്? ഡിവിഷൻ മെത്തേഡ്. ഡിവിഷൻ മെത്തേഡ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്പോൾ ഡിവിഷൻ മെത്തേഡും 2 എക്സാമ്പിൾസ് കൂട്ടിയിട്ടിട്ട് നോട്ട്സ് ഇടാം. ഇനി നമുക്ക് HCF പഠിക്കേണ്ട മെത്തേഡാണ്. അപ്പൊ LCMന്റെ 2 മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡും ഡിവിഷൻ മെത്തേഡും. ഇതിന്റെ നോട്ട് ഇടുമ്പോൾ ഞാൻ കൂടുതൽ വർക്ക്ഷീറ്റ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടിടാം. അപ്പൊ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് കിട്ടണില്ലെങ്കിൽ, ആർക്കും കിട്ടണില്ലെങ്കിൽ പറഞ്ഞാൽ മതി. സമയം കൊണ്ട് വന്നു എല്ലാരും. ഞാൻ ഈ സമയം കൊണ്ടുവരുന്ന ആൾക്കാർ എന്താ കറക്റ്റ് സമയത്ത് ജോയിൻ ചെയ്യാത്ത? അവസാനം ആവുമ്പോ എല്ലാവരും മിസ്സേ 7:40, മിസ്സേ 7:41, മിസ്സേ 7:42. അപ്പൊ എന്തുകൊണ്ടാ നിങ്ങള് 6:40 ജോയിൻ ചെയ്യാത്ത? അവിടെ ലേറ്റ് ആവാം, ക്ലാസ് കഴിയുമ്പോ ലേറ്റ് ആവാൻ പാടില്ല അല്ലെ? എല്ലാവരും സമയത്തിന് ജോയിൻ ചെയ്തോളൂ. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് എന്താണ് ഫസ്റ്റത്തെ ഭാഗങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാല് നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ഒരു കണ്ടിന്യൂഷൻ പോകും. ഓക്കെ, അപ്പോ 3 എടുക്കാത്തത് എന്താണോ? 3 കോമൺ അല്ലേ? 3ഉം 9ഉം എന്ന് പറയുമ്പോ 3ഉം 9ന് കോമൺ ആയിട്ട് വരുന്ന ഒരു സംഖ്യ അല്ലേ? അതായത് 3ഉം 2ഉം 5ഉം 9ഉം അവിടെ ഉണ്ട്. 3ഉം 9ഉം എന്തുണ്ട്? കോമൺ ആയിട്ട് ഒരു ഡിവൈസർ ഉണ്ട് 3നും 9നും അല്ലെ? 3 എന്ന് പറയുന്ന സംഖ്യ 3ലും 9ലും കോമൺ അല്ലേ? അപ്പൊ നമുക്ക് 3 വേണ്ട. കോമൺ അല്ലാത്ത സംഖ്യകളെ എടുക്കാൻ പാടുള്ളൂ, 2ഉം 5ഉം 9ഉം. ഓക്കെ, അപ്പോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പൊ അതെ പറയാണ്ടല്ല എല്ലാവരും കുറെ ഹാർട്സ് ഒക്കെ ഇട്ട് തുടങ്ങി. അപ്പൊ വേഗം ഹാർട്സ് ഒക്കെ ഇട്ടോളൂ. ഹാർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയിപ്പോ അടുത്തത് പറയാൻ സമയമില്ല. ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാർട്സ് ഒക്കെ ഇട്ടോളൂ. ഞാൻ കുറച്ച് സ്പീഡിൽ തന്നെയാണ് പോയത്. അപ്പൊ നിങ്ങൾ വീണ്ടും വീഡിയോ എടുത്ത് കാണുക. ഓക്കെ, എക്സാം ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എക്സാമിന് അപ്പൊ എല്ലാവരും എക്സാമിന് വെക്കോളൂ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഹാർട്സ് ഒക്കെ വന്നോട്ടെ വേഗം. അപ്പൊ ഇനി നമുക്ക് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും നോട്ട്സ് ഒക്കെ കണ്ട് പഠിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നോക്കിയിട്ട് വരിക കേട്ടോ.